ഋഷികേശിലെത്തിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ആണിത്. ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ എന്ത് എക്സ്പ്ലോർ ചെയ്യണം, എവിടെ പോകണമെന്ന് അധികം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗംഗ ആരതി തന്നെയാണ്. ഇവിടെ പല പല ഘട്ടുകളിലായിട്ടാണ് ഗംഗ ആരതി നടക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘട്ടാണ് ത്രിവേണി ഘട്ട്. ഈ ത്രിവേണി ഘട്ട് എന്ന് പറയുന്നത് 3 നദികളുടെ ഒരു സംഗമമാണ്. അതായത് ഗംഗ, യമുന, സരസ്വതി. വൈകിട്ട് 6:30 മുതൽ 7:30 വരെയൊക്കെയാണ് ഇവിടുത്തെ ആരതി സമയം. വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ ഇവിടെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ചുറ്റും നോക്കിയാൽ തന്നെ പല പല ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സ്വാമിമാരും സാധനങ്ങൾ വിൽക്കുന്നവരും ടൂറിസ്റ്റുകളും പിന്നെ റിലീജിയസ് ആയിട്ട് വരുന്ന ആൾക്കാരും. നമ്മൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഇന്ത്യ കാണാൻ വരുമ്പോൾ കൂടുതൽ വ്യത്യാസങ്ങൾ തോന്നും. ഋഷികേശിൽ മിക്സഡ് വിസിറ്റേഴ്സായിട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. അതായത് റിലീജിയസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് കൂടുതൽ, അതേപോലെ തന്നെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ആരതി തുടങ്ങേണ്ട സമയമാകുമ്പോഴേക്കും ഇവിടെ ആൾക്കാരിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ പാട്ടും അതിൻ്റെ ഭജനയും അതൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആരതി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഹരി ഹരി ബോലെ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഹരി ഹരി ബോലെ നമഃ ശിവായ. സുരേ പ്രിയായ അഗ്നി ദേവതാ ബഹുലമേ കരോ പൂജാരിമാർ ഈ ഒരു ഗംഗാ ആരതിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഇരുന്ന ആൾക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ട് ആരതി സമർപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗംഗാ ആരതി അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു ഫീല് അത് വേറെ ലെവലാണ്. നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് വീഡിയോസിൽ കിട്ടില്ല. പലപ്പോഴും ഞാൻ വീഡിയോസ് എടുക്കാനും മറന്നു പോകും. അതുകൊണ്ട് തന്നെ പല പല നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗംഗാ ആരതി കഴിഞ്ഞിട്ടും ഞാൻ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ആരതി പൂക്കളൊക്കെ ഒഴുക്കി ഗംഗാനദിയിലേക്ക്. പിന്നെ അവിടെ കുറച്ച് കുട്ടികൾ അവിടെയുള്ള വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് മണലില്ലേ, മണ്ണും അതും എടുത്തു കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയ പൈസ എന്തോ അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഗംഗ ആരതി കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിന് ശേഷം ഉണ്ടായ ഒരു ഭജനമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സർവ്വതും മറന്ന ആ ഒരു ഭജനൊക്കെ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നോക്കി നിന്ന് ഞാനും കൂടി. അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഗംഗാ ആരതിയും ഭജനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് മുമ്പേ ചെരുപ്പും ബാഗൊക്കെ അവിടെ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് വാങ്ങിക്കണം. അങ്ങനെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടി, സമാധാനമായി. അപ്പോൾ കുറച്ച് ടൈം ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണുകയാണ്.
അങ്ങനെ അത്യാവശ്യം കുറേ ടൈം ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി തിരിച്ച് പോകേണ്ട പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ഗംഗാ ആരതിയും ഗംഗാ നദിയും പിന്നെ ഭജനയും ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.